അപ്പം ഇന്ന് നമ്മ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണിക്കണേ മുരിക്കുംപാടം ബസ് സ്റ്റോപ്പിൽ നിന്ന് പടിഞ്ഞാട്ട് കയറണം. അത് നമ്മുടെ ഒരു വിഷ്ണു പള്ളത്ത് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. പുള്ളി കോൺഗ്രസ്സുകാരനാണ്. പുള്ളി ഈ റോഡൊന്ന് കാണിക്കാമോ എന്ന് വെല്ലുവിളിച്ച്. നമുക്ക് വെല്ലുവിളികളാണ് നമുക്കിഷ്ടം. നമ്മൾ ഈ റോഡ് കാണിക്കും. കാരണം മുരിക്കുംപാടത്തെ റോഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് പണിതത് ആരായിരുന്നാലും, അത് ആരുടെ ഫണ്ട് ഉപയോഗിച്ച് പണിതാലും ഫണ്ട് ഉപയോഗിച്ച് പണിതാലും നമ്മോട് നിങ്ങളുടെ കമൻറ്റുകൾ എപ്പോൾ പറയണ് അപ്പം നമ്മ അതനുസരിച്ചുള്ള നിങ്ങളുടെ നാട്ടിലുള്ള റോഡുകളിലെ വിശേഷം അത് അങ്ങനത്തെ ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് തന്നെ. കാരണം നമ്മുടെ നാട് നന്നാകേണ്ട നമ്മുടെ കടമയാണ്. നമ്മ ഓരോരുത്തരും ഓരോ മീഡിയ ആയിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ നാട് നന്നാകും. നന്നാകൂലേ? ഇത് കണ്ട, ഇത് മെറ്റൽ ചെയ്തിട്ടാണ് റോഡാണ് കാണിക്കാൻ പറഞ്ഞത്. ഏത് എന്താ പറയേണ്ടത്? മെറ്റലിട്ട റോഡ് അല്ലേ? അതല്ലേ ശരിയല്ലേ? ഇത് പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇത് വർക്ക് ചെയ്തിട്ട് തീർന്നിട്ടില്ലെന്നൊക്കെയാണ് പറഞ്ഞ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് പൊളിഞ്ഞ്. ഇത് മെറ്റലിട്ട് നിർത്തിയൊക്കെയാണ്. ഇത് പണികൾ തീർന്നിട്ടില്ല. പക്ഷെ ഈ റോഡാണ് കാണിക്കാൻ പറയണം. നമ്മ ആ വെല്ലുവിളി ഏറ്റെടുക്കും. കാരണം വെല്ലുവിളികളാണ് നമുക്ക് ചലഞ്ച്. നമ്മ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മ ഒരു സാധാരണക്കാരൻ വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ റോഡുകൾ കുളങ്ങളുണ്ടെങ്കിൽ നമ്മ അധികാരികളുടെ മുമ്പിൽ അതിനെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പം അതുകൊണ്ടേ നമ്മളോട് പറയേണ്ട ആൾക്കാർക്ക് പറയാം, കമൻറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യേണ്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ സന്തോഷ് തേരൂർ ഫ്രം വൈപ്പിൻ എന്ന യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ചാനൽ, ഇത് പിന്നെ ഫേസ്ബുക്ക് പേജ്. അപ്പം ഇതൊക്കെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഇതേപോലെ നാടിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ വൈപ്പിൻ്റെ നാട്ടിലുള്ള റോഡുകളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ, നമ്മുടെ നാട്ടിലെ ബീച്ചുകൾ, ഇത് വൈപ്പിൻകരയിൽ മുഴുവനും 30 വർഷമായി ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണം. വൈപ്പിൻകരയിലെ മുഴുവൻ റോഡുകളും എന്താണെന്ന് എനിക്കറിയില്ല, ഊടുവഴികളറിയില്ല. പക്ഷേ ഇതിലൂടെ നമുക്ക് ചെല്ലിനോടത്തൊക്കെ നമ്മ കമൻറ്റ് ചെയ്യാനോടത്ത് നമ്മൾ ചെല്ലും. ഈ ഓട്ടോറിക്ഷയായിട്ട് അതിൽ വേറൊരു ഉപകാരം കൂടിയുണ്ട് നിങ്ങൾക്ക്. നിർദ്ധരായ ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അതുപോലെ നിർദ്ധരായ ഡയാലിസിസ് രോഗികളുണ്ടെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറിയാണെങ്കിൽ തെറി രണ്ടും സ്വീകരിക്കും. ഇത് മുരിക്കുംപാടം പടിഞ്ഞാട്ട് ഈ റോഡ് എടുക്കണം ചേട്ടാ എന്നും പറഞ്ഞ് ഒരു കോൺഗ്രസ്സുകാരൻ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടാണ് വിഷ്ണു പള്ളത്ത് എന്ന് പറയും. പുള്ളി കമൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ റോട്ടിൽ കൂടി ഈ യാത്ര നടത്തുന്നത്. ഇത് കൊളോട്ടിടയ്ക്കുണ്ട്. ആര് ഭരിച്ചാലും ആര് നന്നാക്കിയാലും ഏത് ഫണ്ട് ഉപയോഗിച്ചാലും ജനങ്ങൾ നികുതി കൊടുക്കണ പണമല്ല. ആ പണം വെച്ച് ഈ റോഡുകളൊക്കെ നന്നാക്കി നല്ല രീതിയിൽ നന്നാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ പൊളിയും ഇല്ലേ? ശരിയല്ലേ? അപ്പം നിങ്ങളുടെ നാട്ടിലെ പുതിയ വിശേഷങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ എല്ലാം കമൻറ്റിൽ ബോക്സിൽ അറിയിക്കുക. നമ്മ അവിടെ എത്തും. ഇതേപോലത്തെ കുളങ്ങളിൽ നീന്തി നമ്മ വരും. നമ്മളുടെ സേവനം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ സേവനം എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കംപ്ലീറ്റ് ലോകം മുഴുവനും കാണട്ടെ വൈപ്പിൻകരയുടെ മഹത്വം. വൈപ്പിൻകര എല്ലാവരും അറിയട്ടെ എന്ന്. നമ്മുടെ ഒരു കൊച്ചു ദ്വീപായിരുന്ന വൈപ്പിൻകരയിൽ ഇപ്പം ഏറ്റവും വലിയ ജനസാന്ദ്രയേറിയ ദ്വീപ്. അതിലുപരി 82 തുടങ്ങി നമ്മൾ അറിയണം. മദ്യദുരന്തം, എന്തോരം സമരങ്ങൾ അല്ലേ, സമരമുഖങ്ങൾ. അപ്പം ഇത് റോഡിൻ്റെ അറ്റമെത്താൻ പോയി. അപ്പം നമുക്ക് ഈ അടുത്ത വീഡിയോ കാണും വരെ വെയിറ്റിംഗ്.